ജെൻസി കിടുന്ന് എടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ജെൻസി കിടുന്ന് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് 90s എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ 90s എടുക്കാറുണ്ട്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നാലും ഒരു ഈവനിങ് വന്നിരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ തന്നെ ഒരു കണക്ഷൻസ് ഒക്കെ ഭയങ്കര ഒരു റിയൽ കണക്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ ആ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനൽ എടുക്കാൻ പോലും പൈസ ഉണ്ടായില്ല, സത്യാവസ്ഥ പറഞ്ഞില്ല. ഞാൻ 2 ദിവസം ട്രെയിൻ ടിക്കറ്റ് എടുക്കാണ്ട് വന്ന് എൻ്റെ ഇമോഷൻസ് ഞാൻ വലിയ വാല്യൂ എടുക്കാറുന്നില്ല. ഞാൻ കുറച്ച് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആയാലും ഹൂ കേസ് അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ലൈഫ് ഞാൻ ആരും കമ്മിറ്റഡ് ആയിരിക്കില്ല, ഒരിക്കലും കമ്മിറ്റഡ് ആയിരിക്കില്ല. കമ്മിറ്റ്മെൻറ്റ്സ് വന്നതിന് പ്രശ്നങ്ങൾ കൂടും. സോഷ്യൽ മീഡിയ നമുക്ക് നെഗറ്റിവിറ്റിയും തരും പോസിറ്റിവിറ്റിയും തരും അല്ലേ. ഈ പോസിറ്റിവിറ്റി തരുന്ന ആൾക്കാരോട്, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, നമുക്ക് നല്ല നല്ല കുറേ വാക്കുകളൊക്കെ, കുറേ മോട്ടിവേഷണൽ തോട്ട്സൊക്കെ നമുക്ക് തരുന്ന ഒരു 23-കാരനാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, വ്ളോഗർ മുഹമ്മദ് ഷാഫി. സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് ഷാഫി വിശേഷം? വിശേഷങ്ങളൊക്കെ അടിപൊളിയാണ്. ഗുഡ്, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോവാണ്. ഷാഫി എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി അല്ലാതെ ഷാഫി ഇങ്ങനെ കണ്ടിട്ടേയില്ല. താങ്ക് യു സോ മച്ച്. ഇതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഐ ഡോണ്ട് നോ, മീൻസ് ഏറെക്കുറെ എപ്പോഴും ചിരിച്ചാൽ നിൽക്കല്, അധികം ബാഡൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്താണോ, മേ ബി നമ്മുടെ കൂടെയുള്ള സാധനം ആയതുകൊണ്ടായവ അങ്ങനെ ആയിരിക്കും. ജെൻസി കിഡാണല്ലോ ഷാഫി അല്ലേ? പക്ഷേ അങ്ങനെ ഒരു ജെൻസി കിഡിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആസ് എ ജെൻസി കിഡ് എന്താണ് ഉള്ളിലുള്ള ആ ഒരു ജെൻസി കിഡ്? ജെൻസി കിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഓക്കെ, ഞാൻ 2001 ജനിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ജെൻസി കിഡ് പറയാൻ മാത്രം ഇപ്പോൾ ഞാൻ ജെൻസി കിഡിന്ന് കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ സ്റ്റിൽ കുറേ മോറൽ വാല്യൂ ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്, കുറച്ചൊക്കെ. ടോട്ടലി എന്നല്ല പറയുന്നത്. ജെൻസി കിടുന്ന് എടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ജെൻസി കിടുന്ന് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് 90s എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ 90s എടുക്കാറുണ്ട്. സോ ആ ലെവലാണ്. ടോട്ടലി ജെൻസി കിഡല്ല. ബിക്കോസ് ടോട്ടലി ജെൻസി കിഡല്ല കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇപ്പോൾ ട്രെൻഡിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതെ, പക്ഷേ ചില ട്രെൻഡ്സ് ഒന്നും വേണ്ട, ചില ട്രെൻഡ്സൊക്കെ വേണം. ദർ ഇസ് എ ബൗണ്ടറി. സോ അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ടോട്ടലി ഒരിക്കലും ഒരു ജെൻസി കിഡല്ല. 90s കിഡിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കാര്യം, ജെൻസി കിഡിൽ നിന്നും എടുക്കാതിരുന്ന ഒരു കാര്യം. 90s കിഡിൽ നിന്ന് എടുത്ത കാര്യം ഐ തിങ്ക് എന്താ പറയുക, ആൾക്കാർ തമ്മിൽ റിലേഷൻഷിപ്പ് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജെൻസി കിഡ് ധരിച്ച്, ബിക്കോസ് നമ്മളിപ്പോൾ എല്ലാവരും മൊബൈലിലാണ് കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 90s ഇപ്പോഴത്തേക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ 90s കിട്ടത് പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എല്ലാത്തിനും ഒരു പ്യുവർ സോൾ ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യന്മാരായിട്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വർക്ക് കഴിഞ്ഞ് വന്നാലും ഒരു ഈവനിങ് വന്നിരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ തന്നെ ഒരു കണക്ഷൻസ് ഒക്കെ ഭയങ്കര ഒരു റിയൽ കണക്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ ആ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെൻസി കിഡിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെ ആ പഴയൊരു സോളിലെ ഫീൽ എനിക്ക് തോന്നാറില്ല. മേ ബി എല്ലാവരും പേരും കുറച്ച് നേരം ഫോണിൽ വന്നിരിക്കും. അഫ്കോഴ്സ് ഞാനടക്കം ചെയ്യും. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ കുറച്ച് നേരം സംസാരിക്കും, പോകും. ആ സാധനം എനിക്ക് എപ്പോഴും 90s നമ്മൾ പഴയതിൻ്റെ ഒരു രസം, ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എല്ലാവരും എന്നൊക്കെ തോന്നാറുണ്ട്. ഞാൻ ചെയ്യാറൊന്നുമില്ല, പക്ഷേ ആലോചിക്കും അവിടെ നമുക്കൊന്ന് ഫോണൊക്കെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നൈസായെന്നൊക്കെ തോന്നും. ബിക്കോസ് ഞാൻ കുറച്ചൊക്കെ നമുക്കറിയാം, ഞാൻ മൗണ്ടൻസ് മലയൊക്കെ കുറേ പോകുന്ന ആളാണ്. സോ ആ സമയത്തൊക്കെ കുറച്ചൊക്കെ റേഞ്ചൊക്കെ ഇല്ലാത്ത സമയത്ത് ഞാൻ അടിക്കാറ്. ഇപ്പോൾ ഞാൻ പിന്നെ കസിനൊക്കെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊരു കംഫർട്ടാണ്. നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവിടെ ചില വീഡിയോസും കോണ്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കും. അതിനപ്പുറത്ത് നമ്മൾ കുറച്ച് നേരം ചില്ലായിട്ടിരിക്കുന്ന സമയമുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ഇതൊന്നും കുറച്ചില്ലെങ്കിൽ 90s വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് പറഞ്ഞാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്യാണ്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞു. ജസ്റ്റ് 23 ആണ്. അതെ, ജസ്റ്റ് 23. ജസ്റ്റ് 24 days ago 24 ജൂൺ 30 എൻ്റെ ബർത്ത്ഡേ. സോ 24 ആയി. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ 24-കാരൻ എന്ന് മുതലാണ് മല കയറാനായിട്ട് തുടങ്ങിയത്? മല കയറാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മലയല്ല, എല്ലാം തുടങ്ങിയത് ആക്ച്വലി മലയെന്നല്ല. ആക്ച്വലി എല്ലാം തുടങ്ങിയാൽ ഞാൻ എപ്പോഴും പറയും, എന്നെക്കാട്ടും പഴക്കമുള്ളൊരു വണ്ടിയുണ്ട്, 2004 പാഷൻ പ്ലസ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. എനിക്ക് ആദ്യമായിട്ട് വണ്ടി ഓടിക്കാനൊരു സെറ്റപ്പ് ആയപ്പോൾ കിട്ടിയൊരു വണ്ടിയാണ്. ഞാൻ എല്ലാവരും പറയുന്നത് വീഡിയോസ് ഒക്കെ കണ്ടെന്ന് അറിയാം. ഞാൻ പറയും നമ്മളെപ്പോഴും നമ്മുടെ ട്രൂ സെൽഫ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ്. ഞാൻ എല്ലാവരും പറയാറുണ്ട് നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്. നമ്മുടെ ഒരു ട്രൂ ഹാപ്പിനെസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ടൈം എത്തും മനസ്സിലാവും. ചിലർ ഏർലിയിൽ മനസ്സിലാക്കും, ചിലർ കുറച്ച് വൈകും. സോ ഓക്കെ, വാട്ട് എവർ. സോ എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് വേണമെന്ന് മനസ്സിലാക്കി തന്നാണ്. മീൻസ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. സോ സ്റ്റാർട്ട് ചെയ്തെല്ലാം ആ വണ്ടിയിൽ നിന്നാണ്. ആ വണ്ടി മീൻസ് ഞങ്ങൾ നാട്ടിൽ പെരുന്നാളൊക്കെ നമ്മൾ ട്രിപ്പ് പോകും. സോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്കറിയത്തില്ല എത്ര ദൂരം. എൻ്റെ നാട്ടിൽ നിന്ന് വാൾപ്പാറ പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകണം. വാൾപ്പാറ കിട്ടുന്ന സ്ഥലത്തേക്ക്. സോ എൻ്റെ അറിവിൽ ബൈക്ക് കൊണ്ട് ഇത്ര ദൂരം പോകാൻ പറ്റുമോ, ഈ വണ്ടി എത്ര ക്യാപ്പബിൾ ആണോ, അതൊന്നും എൻ്റെ മുന്നിലില്ല. എനിക്ക് ജസ്റ്റ്
പുറത്തേക്ക് പോകണം, എനിക്കൊരു ബൈക്ക് ഉണ്ട്. സോ ഞാൻ 2-3 ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒരു 3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. ഇത് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. പാലക്കാട് നിന്ന് ഐ തിങ്ക് മോർ ദാൻ ഒരു 100 കിലോമീറ്റർ മേലേക്ക് ഉണ്ട്. വാൾപ്പാറ, അതിരപ്പള്ളി, മലക്കപ്പാറ, അതിരപ്പള്ളി, തിരിച്ചിങ്ങനെ ഈ വഴി. സോ നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിന് 3 ഫ്രണ്ട്സായിട്ട് 3 വണ്ടിയിൽ പോവാണ്. ഞാൻ എൻ്റെ വണ്ടി 2 ഫ്രണ്ട്സായിട്ട്. സോ നമ്മൾ ആദ്യമായിട്ട് പുറത്ത് ട്രിപ്പ് പോവാണ്. അപ്പോൾ ട്രിപ്പ് പോയി ആക്ച്വൽ പരിപാടീസൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ എല്ലാവർക്കും ഒരു ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഓണത്തിൻ്റെ ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ക്രിസ്മസിന് ജസ്റ്റ് ഒരു വെക്കേഷൻ ട്രിപ്പ് പോകണമെങ്കിൽ എല്ലാവരും ആ മൈൻഡ് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീടെത്തിയ ശേഷം എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം. ഞാൻ ആദ്യമായിട്ട് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് പോകുന്നുണ്ട്, അടുത്ത ട്രിപ്പ് ഒന്ന് പോടേക്കാം, നമ്മൾ അടുത്ത പെരുന്നാൾ പോവാം. പെരുന്നാളിനോ ഇല്ലല്ലോ ശരിയാവില്ല, നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോകണം. പിന്നെ മനസ്സിൽ മൊത്തം അങ്ങനെയാണ് ഇഷ്യൂ. മീൻസ് എനിക്ക് എന്തോ സാധനത്തിന് കിട്ടുന്നുണ്ട്. എനിക്ക് പുറത്ത് പോയപ്പോഴും എനിക്ക് കോട കണ്ടപ്പോഴും എനിക്ക് ഒരു വേറൊരു ഫീൽ, ഞാൻ ഇതുവരെ ഫീൽ ചെയ്യാത്തൊരു സാധനം എനിക്ക് കിട്ടിയ പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇല്ല എനിക്ക് പോകണം, എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം. എൻ്റെ മൈൻഡ് മൊത്തം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇവരൊക്കെ ആ ഒരു മൂഡാണ്. മീൻസ് വെക്കേഷൻ ഒരു ട്രിപ്പ്, ആ ഒരു മൈൻഡ് പെരുന്നാളൊരു ട്രിപ്പ് അല്ലെങ്കിൽ 10 ദിവസം പൂട്ടുമ്പോൾ ഒരു ട്രിപ്പ്, ആ ഒരു മൂഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല, ആരും വന്നില്ലെങ്കിൽ ഞാൻ പോവും, ആ ഒരു സാധനമായി. നമുക്ക് എൻ്റെ ക്ലോസ് ആയിട്ട് കൂട്ടുകാരൻ അനസ് പറയും, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ് കുറച്ചും കൂടി. ഞാൻ ഒരുപാട് അധികം ആൾക്കാരെ ട്രാവൽ ചെയ്യാറില്ല, ഭയങ്കര 1-2 മേ ബി എൻ്റെ കസിൻ ഞാൻ അവന് ജസ്റ്റ് കുറച്ച് ആൾക്കാരെ ട്രാവൽ ചെയ്യും, ബിക്കോസ് വൈബ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്തായാലും വരാൻ പോകുന്നില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നൊരു മൂളിൽ തന്നെ സത്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. മീൻസ് എനിക്കതൊന്നൊരു സംഭവം കിട്ടുന്നുണ്ട്, എനിക്ക് എൻ്റെ ട്രൂ സെൽഫ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. സോ യെസ്, അങ്ങനെയാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ ഷാഫിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും അതാണോ ഷാഫി, അതോ ആ സോഷ്യൽ മീഡിയയിൽ കാണാത്ത വേറൊരു ഷാഫി ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ കാണാത്ത ഷാഫി എപ്പോഴും ഉണ്ടാവും. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തോളം പലർക്കും പല കോൺസെപ്റ്റാണ്. എല്ലാവരും കൂടുതലും 99% ഐ തിങ്ക് സോഷ്യൽ മീഡിയ എല്ലാവരും അവരുടെ ഹാപ്പിനെസ് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. ഞാൻ ഹാപ്പിനെസ് മാത്രം ഷെയർ ചെയ്യുന്ന ആളെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്നാൽ കൂടി അങ്ങനെയാണ് 90%. സോഷ്യൽ മീഡിയ അല്ലാത്തൊരു ഫേസ് ഉണ്ട്, ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ നമുക്ക് വേറെ ഐ തിങ്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രമാത്രം കാമല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. മീൻസ് നിങ്ങളിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഞാൻ കുറച്ചും കൂടി ഭയങ്കര ബിക്കോസ് എൻ്റെ ഹൈപ്പർ ആക്റ്റീവാണ് വേണമെങ്കിൽ പറയാം. നമ്മുടെ കസിൻസൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഇപ്പോൾ വേറെ ഫ്രണ്ട്സൊക്കെ വീഡിയോ ഷാഫിയാണ് ഇങ്ങനെ ഞങ്ങൾ കണ്ട ഷാഫി പറഞ്ഞാൽ എപ്പോഴും ഓടിച്ചാടി പൊലിവ് സ്റ്റിൽ അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്പേസിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ് സംസാരിക്കുക. എൻ്റെ വീഡിയോസൊക്കെ കൂടുതലും ഞാനിപ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കൂടി എൻ്റെ വീഡിയോസിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു സ്പേസ് ആയിരിക്കും അത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ സ്പേസ് പറഞ്ഞാൽ വേറെ ഒരു സ്പേസാണ്. അവരൊരിക്കലും ചിന്തിക്കും കൂടിയില്ല ഷാഫി ഇങ്ങനത്തെ. എൻ്റെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും പറയും ഷാഫി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം, ഷാഫി ഇങ്ങനെ അല്ലല്ലോ. സോ ആ ഒരു സാധനം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്പേസിൽ ഷാഫി വേറെ കുറച്ച് കാമാണ്, നൈസാണ്. പക്ഷേ ഷാഫിക്ക് വേറൊരു ഫേസ് ഉണ്ടോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. ബാഡെന്നല്ല പറയുന്നത്, കുറച്ചും കൂടി ഒരു വേറെ സ്പേസ് ഉണ്ട് നമ്മുടേതായ ഒരു ആൾക്കാരുടെ ഇടയിൽ. ഇത്രയും കാമായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഓഫ് കോഴ്സ് അല്ല. ഭയങ്കര പൊട്ടിത്തെറി, ഭയങ്കര പൊലിവുള്ള സീരിയസ്ലി പറയാം. അങ്ങനെ ഉണ്ട്. ഓക്കെ, ശരി. മല കയറാൻ തുടങ്ങി. ഓക്കെ, പക്ഷേ അതൊരു കോണ്ടന്റ് ആക്കി മാറ്റി തുടങ്ങിയത് എപ്പോഴാണ്? ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്ന ലൈഫിൽ പോലും ചിന്തിച്ചിട്ടില്ല. പല ആൾക്കാരും പറയണ്ടാവും. ഞാൻ ഐ തിങ്ക് ഞാൻ കോണ്ടന്റ് ഒരു സാധനം തുടങ്ങുന്നത്, ഞാൻ ഇതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പറയലേ, ഞാൻ ആ സമയത്ത് 2019-18 ആദ്യമായിട്ട് ഈ വാൾപ്പാറ ട്രിപ്പൊക്കെ പോകണം. ഞാൻ കോണ്ടന്റിലേക്ക് തുടങ്ങുന്നത് 2021 കൊറോണയ്ക്ക് ശേഷം 21 കറക്റ്റ് ഓർമ്മയില്ല, 2021 തോന്നുന്നു. ഐ തിങ്ക് 2021 തോന്നുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പണ്ട് മുതലേ ഞാൻ എൻ്റെ പുറത്തൊന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ട്രാവൽ ചെയ്തൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാറില്ല, ഒരു സ്റ്റോറി ഇടാറില്ല. ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ലൊക്കേഷൻ ഇടാറില്ല, ഞാൻ ഒന്നും ഇടാറില്ല. ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരെ എവിടെ പോകണം. എൻ്റെ ഉമ്മ പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സമയം വരെ ഉണ്ട്. വീട്ടുകാർ വരെ നമ്മുടെ മീൻസ് ആരും സമ്മതിക്കത്തില്ല ഈ സംഭവം. ഓഫ് കോഴ്സ് അറിയാമല്ലോ, ചെറു പ്രായത്തിൽ ഇത്ര യാത്ര പോകുന്നവർ ആർക്കും ഇഷ്ടമല്ല. ഞാൻ യാത്ര പോകും, പക്ഷെ ഞാൻ ആരും പറയില്ല. ബിക്കോസ് ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാർ അറിയും. പിന്നെ അതിൻ്റെ തന്നെ കൂടാൻ തുടങ്ങി. മീൻസ് ഞാൻ സ്റ്റോറി ഇടൂല, ഇങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്ഥലങ്ങൾ പോകും, എൻജോയ് ചെയ്യും, തിരിച്ചു വരും. ബിക്കോസ് ആ ഒരു മൊമെൻറ്റ്സ് നല്ല എൻജോയ് ചെയ്തേ തിരിച്ചു വരും. മേ ബി 2-3 ഫോട്ടോ എടുക്കും, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. യാത്ര പറഞ്ഞാൽ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ 2021 എത്തിയിട്ട് അതിൻ്റെ ഇടയിൽ 2021 ഡിഗ്രി കഴിഞ്ഞ് കൊറോണയൊക്കെ സീന് കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർ ഞാൻ ജോബിന് കയറി, സെയിൽസിന് കയറി ബജാജിൻ്റെ ഷോറൂമിൽ. അപ്പോൾ ഓൾമോസ്റ്റ് 3 മാസം. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്, ജോബിന് പോകുന്നുണ്ട്. ഞാൻ മീൻസ് എൻ്റെ മൈൻഡ് സെറ്റ് ആണ് രാവിലെ പോകുമ്പോൾ ഞാൻ സൺറൈസ് കണ്ട്, തിരിച്ച് വരുമ്പോൾ ഞാൻ സൺസെറ്റ് കണ്ട്. അപ്പോൾ ഞാൻ ലൂപ്പായി. സോ ഡേ കഴിയാൻ തുടങ്ങി. അപ്പോൾ മനസ്സിൽ ഞാൻ 1 മാസം കഴിയാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കാം. ഓഫ് കോഴ്സ്
സോ സെയിൽസൊക്കെ ഗുഡാണ്, സംസാരിക്കാൻ അറിയും. സോ നല്ല സെയിൽസൊക്കെ വരുന്നുണ്ട്, അടിപൊളിയാണ്, കുഴപ്പമില്ല, വലിയ സ്ട്രെസ്സൊന്നും ഇല്ലേനും. ആൾക്കാരൊക്കെ നല്ല രസമാണ്, മാനേജർ ആയിക്കോട്ടെ കൂടെ വർക്ക് ചെയ്തത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സോ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞ്. സോ ഈ സാധനം നമ്മൾ ഡെയിലി കാണുന്നത്, രാവിലെ വണ്ടി എടുത്തിട്ട് പോകുന്നു, സൺറൈസ് കാണുന്നു, തിരിച്ച് വരുന്നു, സൺസെറ്റ് കാണുന്നു, മൈൻഡിൽ ബ്രോ ഇതാണോ ലൈഫ്. സാധനം വരുന്നു, ഭയങ്കര ടയർഡാവുന്നു, കടന്നുറങ്ങണം. അപ്പോൾ ഈ സാധനം ഭയങ്കര മനസ്സിനിങ്ങനെ ഇതിങ്ങനെ പറ്റില്ലല്ലോ, ഇങ്ങനെ പറ്റില്ലല്ലോ സാധനം വരാൻ തുടങ്ങി. പക്ഷേ എല്ലാത്തിനും ഒരു പോയിന്റ് വരും. പറഞ്ഞ പോലെ ഒരു 3 മാസമൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ജോബിൽ നിന്ന് ഇറങ്ങി. അവൻ പോയപ്പോൾ കുറച്ച് വൈബ് പോകാൻ തുടങ്ങി. അവൻ പോയി, ഇനിയിപ്പോൾ പിന്നെ വേറെ ആൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അതൊരു റീസണായി, എനിക്കും ഇറങ്ങാൻ റീസണായി. ഓക്കെ, ഈ സാധനം വേണ്ട. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റിൽ മനസ്സിനെ നമ്മൾ വേണ്ട വെക്കുന്ന സമയത്താണ് ആദ്യം നമ്മുടെ ഒരു കൂട്ടുകാരൻ, ക്ലോസ് ഫ്രണ്ടാണ്, സാദിഖ് എന്ന് പറയും. ദുബായിലാണ്, ഓണ്ടർപ്രണറാണ്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ കോളേജിൽ ലൈക്ക് ഹൈസ്കൂൾ അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര രണ്ടുപേരും പല കാര്യം കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ചിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. സോ അവൻ എപ്പോഴും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആ വീഡിയോ പോയി എന്നാണ് തോന്നുന്നത്, അവൻ പണ്ട് തന്നെ ടാഗ് ചെയ്തൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അവിടെ തന്നെ ഒരു പാടമൊക്കെ ഉണ്ട് വൈകുന്നേരം. നമ്മൾ ചുമ്മാ വണ്ടിയൊക്കെ എടുത്ത് അവിടെ പോയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവൻ പിള്ളേരെ മോട്ടറാക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കണം നമ്മുടെ ചെക്കന്മാരെ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പാടത്തിൻ്റെ അവിടെ പോയിട്ട് അത് കാണിക്കണം, ഇത് കാണിക്കണം, ഒരു ജസ്റ്റ് ആണ് അത് വീഡിയോ എടുത്തവന്. അപ്പോൾ ഞാനൊരു വ്ളോഗറിനെ പോലെ, ഓക്കെ ഷാഫീസ് വ്ളോഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ കാണിച്ചെടുക്കും. അപ്പോൾ ഞാൻ ആൾക്കാരോട് ഇതാണ് സാധനം വെറും പൊട്ടത്തരം, അൾട്ടിമേറ്റ് പൊട്ടത്തരങ്ങൾ പറയുന്നത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇവന് ഇട്ടെടുക്കുന്നു, അവൻ ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇതൊന്നും അറിയത്തില്ല. ഞാൻ എടുത്ത് രാത്രി 6-7 മണിയൊക്കെ ആയപ്പോൾ ഇവന് ഇതിന് വീഡിയോ ആക്കിക്കണം. ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒന്നുമല്ല, കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല, ഞാൻ വ്ളോഗർ, യൂട്യൂബ് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് ഇവനിത് വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനം പോസ്റ്റ് ചെയ്യുന്നതും, ഞാൻ 10 വരെ പഠിച്ച ഫ്രണ്ട്സ് അല്ല, ഞാൻ +1 മുതൽ ഞാൻ വേറെ ഗ്രൂപ്പ്. ഞാൻ 10 വരെ പഠിച്ചതിൽ എനിക്ക് ഒഴിച്ചിട്ട് എൻ്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സിനും കിട്ടി. ബിക്കോസ് ഞാൻ പഠിക്കില്ല, ഞാൻ 62% മാർക്കുള്ളൂ, എനിക്ക് കിട്ടിയില്ല, പഠിച്ച സ്കൂളിൽ കിട്ടിയില്ല. സോ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരു സ്കൂളിലാണ്. +1 +2 ഞാൻ പോകുന്നത് വേറെ സ്കൂളാണ്, വേറെ ആൾക്കാർ, വേറെ പരിപാടീസ് എല്ലാം പുതിയതാണ്. സോ ഇത് നടക്കണ വെച്ചാൽ ഐ തിങ്ക് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയറോ അതോ +2 ലാസ്റ്റൊക്കെ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയ സമയത്ത് നടക്കണം. അപ്പോൾ ഈ 3 വർഷമൊക്കെ ആയിട്ട് എനിക്ക് 10 വരെയുള്ള കമ്പനിക്കാരെ ആരും അറിയത്തില്ല. ഇവർക്കൊക്കെ എൻ്റെ ഫേസ് അറിയാം, 5-6 വർഷം ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഇവർക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോസ് കണ്ട്, ഇവൻ്റെ ഫ്രണ്ട്സാണ്, ഇവർ ഒരുമിച്ചാണ് സ്കൂളിൽ പഠിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കണ്ടിരിക്കുന്നു, ഇത് ഷാഫി അല്ലേ. ഷാഫി മീൻസ് തമാശ രീതിയിൽ ആൾക്കാർ മീൻസ് തിരിച്ചറിയാൻ മീൻസ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഷാഫി എന്തൊക്കെ ചെയ്യണ്ടല്ലോ, രസമുണ്ടല്ലോ എന്ന സംഭവം തോന്നി. അപ്പോൾ ഞാൻ രാത്രി 8 മണിയായപ്പോൾ അന്ന് 6 മണിക്ക് പരിപാടി നടക്കുന്ന, വീഡിയോ 7 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന, 8 മണിക്ക് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങി അവർക്ക് ഫോൺ വിളിച്ചു. മച്ചാ സാധിക്കുക പറഞ്ഞു, എന്താ പറയുക, ഞാൻ യൂട്യൂബ് തുടങ്ങാൻ വിളിയാറ്. അവർ യൂട്യൂബ് അപ്പോൾ തുടങ്ങിക്കോ, എടാ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ പോകണം, നീ തുടങ്ങിക്കോ, എനിക്കെന്താ, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ പറഞ്ഞപ്പോൾ. അപ്പോൾ ശരി പറഞ്ഞു, അവൻ വിട്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ രാത്രി വന്ന് യൂട്യൂബ് തുടങ്ങാൻ പോകാൻ മീൻസ് എൻ്റെ മനസ്സിൽ എൻ്റെ കോൺസെപ്റ്റ് വെച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യണം. സോ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പൈസ കിട്ടണം, അത്രയാണ് ലിമിറ്റ്. മീൻസ് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ കാശ് കിട്ടണം. സോ നമ്മൾ യൂട്യൂബ് നമ്മൾ അങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നൊക്കെ അറിയാം, അതെൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഞാനങ്ങനെ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല, എന്ത് ചെയ്യണം, ജോബിൽ കയറിയാൽ വീട്ടിൽ നിന്ന് ജോബ് എന്ന് അറിയാൻ ഇങ്ങനെ സീനാക്കും. സോ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഇങ്ങനെ കാണണം മൈൻഡിലിരിക്കുക. സോ രണ്ടും കൽപ്പിച്ചു. ഓക്കെ, നേരെ പോയി നോക്കിയപ്പോൾ രാത്രി പിറ്റേ ദിവസം ജോബിന് പോയിട്ട് ഫ്ലിപ്കാർട്ടൊക്കെ എടുത്ത് നോക്കി, ട്രൈപോഡിന് ഇത്ര റേറ്റ്. അതിൽ iPhone 7 ആണ്, ഒരു iPhone 7 ആണ് കയ്യിലുള്ളത്. ട്രൈപോഡിന് ഇതാ റേറ്റ് എന്നൊക്കെ നോക്കി ട്രൈപോഡ് മേടിച്ചൊരു മൈക്ക് മേടിച്ച് കയ്യിലുള്ള കുറച്ച് പൈസ വെച്ചിട്ട്. അപ്പോൾ വിചാരിച്ചു ഓക്കെ റെഡി. ഞാൻ നേരെ പോയിട്ട് മാനേജറോട് പറഞ്ഞ് ഞാൻ ജോബിൽ നിന്ന് ഇറങ്ങാൻ പോകണം, ഞാൻ കോഴ്സ് പഠിക്കാൻ പോകണം ബാംഗ്ലൂർ. നോണ പറഞ്ഞാണ് സത്യം പറയാം, വേറെ റീസൺ ഒന്നും ഇല്ല. സോ ഞാൻ പോവാണ്. പക്ഷേ മാനേജർ നല്ല ചില്ലാണ്, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഇവിടെ പോയി കയറണം. അതിന് അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് അത് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് ഇറങ്ങി 3-ാമത്തെ ദിവസം മറ്റായിട്ട് ഞാൻ രാവിലെ നേരത്തെ ഒരു 6 മണി, ഞാൻ ഇപ്പോഴും ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് ഡേ യൂട്യൂബിലെ വ്ളോഗ് എന്തായിരിക്കും, മൈ മോർണിംഗ് ഹൈക്കിംഗ് ടു മൈ ഫേവറേറ്റ് പ്ലേസ് എന്നൊരു ടൈറ്റിലാക്കിയിട്ട് അധികം സംസാരമൊന്നും ഇല്ലാതെ ഞാൻ വേറെ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് 6 മണിക്ക്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ കണ്ട സീനാണ്, നമുക്കറിയാലോ. നമ്മൾ ഫസ്റ്റൊക്കെ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര വേറെ വ്യത്യാസമായിരിക്കും, നമ്മളെ ചിരിക്കും കളിയാക്കും. എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നെ തോന്നുന്നു. 6 മണിക്ക് ഒരാളും അറിയാതെ നേരത്തെ എണീച്ച് നമ്മുടെ നാട്ടിൽ പോയി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തോന്നുന്നു. ആൻഡ് ഞാൻ ലാപ്ടോപ്പിലിരുന്ന് ഒരു ലാപ്ടോപ്പൊക്കെ ഉണ്ട്, അഡോബ് പ്രീമിയർ പ്രോയിൽ നിന്ന് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കണ്ട് കുറേ നല്ലതൊക്കെ പറഞ്ഞ് ബാഡ് പറയാൻ മാത്രം അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, സീരിയസ്ലി കണ്ട്. അങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് സാധനമായിരുന്നില്ല. ഭയങ്കര യൂട്യൂബിലൊരു കൺസിസ്റ്റൻസി എന്നും ഇടാറൊന്നുമില്ല, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ട്. അങ്ങനെ യൂട്യൂബിലേക്ക് വരുന്നത്, അതാണ് ഫസ്റ്റ് വീഡിയോ. ഒരു ചായ കുടിക്കാനായിട്ട് എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ യാത്രകളിൽ ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ യാത്രേനെ കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് പറഞ്ഞാൽ അങ്ങനെയല്ല, പണ്ട് മുതൽ എനിക്ക് യാത്ര വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം പോലെ എൻ്റെ കോൺസെപ്റ്റ്. യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എന്ന് കേട്ടിട്ട് പറഞ്ഞാൽ എത്ര ദൂരം പോകാൻ പറ്റും, അതെൻ്റെ കോൺസെപ്റ്റ്. ഇവിടുത്തെ ഡൽഹി വരെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ജമ്മു വരെ പോകാൻ പറ്റും. മീൻസ് ദൂരത്തിന് അനുസരിച്ച് ഞാൻ യാത്രയെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പീരീഡ് എത്തിയപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആകാൻ തുടങ്ങി. ഇതല്ലല്ലോ, പിന്നെ ഞാൻ ഇത്ര യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കോൺസെപ്റ്റ് മൈൻഡിലായിരുന്നു. കുറേ ദൂരം പോകുന്നു, പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്ന് നേരം എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഇരിക്കാൻ പറ്റില്ല എവിടെ. സോ ഒരു കോൺസെപ്റ്റ് എത്തിയപ്പോഴാണ് ഞാൻ ഈ ചായ എങ്ങനെ തുടങ്ങിയല്ലോ പറയുന്നത്. ഞാൻ ഭയങ്കര സ്ലോയിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് കൊല്ലംകോട് വരിക,
ചുമ്മാ ഉച്ചയ്ക്കൊക്കെ വരും, ഒരു 4 മണിയാകുമ്പോൾ വന്നിരിക്കും, ചായ കുടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. കുറേ നേരം 5 മണി 5:30 വരെ ഇരിക്കും, ഫ്രണ്ട്സിനോട് സംസാരിക്കും, തിരിച്ചു വീട്ടിൽ പോകും. എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാ അത്ര ദൂരം പോകണം, എനിക്ക് സന്തോഷം ഇവിടെ കിട്ടുന്നുണ്ട്. മീൻസ് എനിക്ക് സാധനം കിട്ടുന്നുണ്ട്, അത്ര ദൂരം പോയിട്ട് കിട്ടാത്ത ഒരു സാധനം ഇപ്പോഴും കിട്ടും. കുറേ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് ആ സാധനം. ഒരുപാട് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്, ഞാൻ കംപ്ലയിൻറ്റ് പറയുന്നതല്ല, കുറേ ദൂരം പോകണമെന്നായിരിക്കും എനിക്കിഷ്ടമാണ്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് എത്തിയപ്പോൾ ഞാൻ ഓക്കെ മെല്ലെ ട്രാവൽ ചെയ്യുക, ചെറുതായിട്ട് മതി, തിരക്കൊന്നുമില്ല, ആ ഒരു സാധനം സമാധാനമായിട്ട് യാത്ര ചെയ്യുക. സോ ഞാൻ പിന്നെ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അതാണ് ഞാൻ ട്രാവൽ ചെയ്യുക കൂടുതൽ പറയാം. മോർണിംഗ് ഏർലി പോവും, എന്നിട്ട് നല്ല സ്പോട്ട് പോവും, വാൽപ്പാറ പോവും, അല്ലെങ്കിൽ നമ്മുടെ പല സ്ഥലങ്ങൾ അട്ടപ്പാടി പോവും. പാൻഡമിക്കിന് ശേഷം കൊറോണയ്ക്ക് ശേഷം ഞാൻ കൂടുതൽ പോയ സ്ഥലം അട്ടപ്പാടി പോവും. മോർണിംഗ് പോവും, നമ്മൾ കസിൻസാരൊക്കെ ഉണ്ടാവും, വല്ല മലയുടെ മേലെ നമ്മൾ ചായയൊക്കെ ഫ്ലാസ്കിൽ കൊണ്ടുപോകും, വല്ല ബ്രെഡൊക്കെ എടുത്തുകൊണ്ട് നമ്മളവിടെ ചായ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ആ ഒരു വൈബ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്ലോയിൽ ഇങ്ങനെ തുടങ്ങി. സോ ചായ ഏറ്റവും ദൂരത്ത് പോയി ചായ കുടിക്കാനെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയായിട്ട് ശരിക്കും പ്രോപ്പറായിട്ട് പോയിട്ടൊന്നുമില്ല. ചായ കുടിക്കാറുണ്ട്, അങ്ങനെ ദൂരം പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ദൂരമായിട്ട് പോയിട്ടൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പോൾ എവിടെ പോയി ചായ കുടിച്ചതാണ് ഭയങ്കരമായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാമെന്ന് തോന്നിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞറിയത്തില്ല, സ്ഥലങ്ങളെക്കാളും എന്നെ സന്തോഷപ്പെടുത്തില്ല എപ്പോഴും മനുഷ്യന്മാരാണ്, എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. സോ എൻ്റെ കൂടെയുള്ള കമ്പനിക്കാരുടെ ഒപ്പം ഞാൻ കുറച്ച് നല്ലൊരു ചായ ഷോപ്പ് പോയി, മീൻസ് ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് കൊല്ലംകോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ. കറക്റ്റ് സ്പോട്ട് വരാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത നല്ല ചായ കിട്ടിയാൽ ഞാൻ കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ കുഴപ്പമില്ലാത്ത നൈസ് ആൾക്കാരാണ് പറഞ്ഞാൽ. സോ നമുക്ക് കുഴപ്പമില്ലാത്ത സ്ഥലത്ത് നിന്ന് ചായ എൻജോയ് ചെയ്യാൻ പറ്റും, സംസാരിച്ച്, അത്രേ ഉള്ളൂ. അങ്ങനെ സ്പോട്ടൊന്നും ഇല്ല പറയാൻ മാത്രം. കേരളത്തിൽ ചായകൾ അടിപൊളി, ഇപ്പം തന്നെ പറയാം. ഞാൻ കുറേ നോർത്തൊക്കെ പോയിട്ടുണ്ട്, ബോറെന്നല്ല പറഞ്ഞ് നമ്മുടെ ചായൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ. ഓക്കെ, പോയി കണ്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന സ്ഥലങ്ങൾ വല്ലതുണ്ടോ? പോയി കണ്ടതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ യാത്ര ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരു പോയ സ്ഥലത്ത് തന്നെ കുറേ റിപ്പീറ്റായി പോയ ആളാണ്. ആൾക്കാർ ചോദിക്കുന്നത് ഈ കണ്ട സ്ഥലത്ത് ഇങ്ങനെ കാണണമെന്ന് പറയാറില്ലേ? ഐ ഡോണ്ട് നോ, എനിക്ക് ആ ചില സ്ഥലങ്ങളിൽ ഞാൻ പോണ സമയത്ത് തന്നെ ഓരോ തവണ പോകുമ്പോഴും പല ഫീലായി കിട്ടുക, ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ചിലപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ ഫീൽ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ, അതിൻ്റെ അടുത്ത പ്രാവശ്യം വേറെ ഫീലാണ്. ഐ ഡോണ്ട് നോ. സോ ഞാൻ പോയ സ്ഥലത്തേക്ക് ഒരുപാട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ പോയതിൽ ഏറ്റവും പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു. കാശ്മീർ കൊണ്ട് പറയില്ല, പക്ഷേ എനിക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചും കൂടി തണുപ്പ് വെതറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പാലക്കാടുകാരാണ്, ഓഫ് കോഴ്സ് ചൂടാണ് മെയിൻ, അതുകൊണ്ടാവാൻ തരത്തില്ല. പക്ഷേ എന്നാൽ കൂടി പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാൻ പോയതിൽ. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒരു 1 വീക്കിന് പോയിട്ട് ഒരു മാസത്തോളമൊക്കെ നിന്നു. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സോ ഞാൻ അങ്ങനെ ആ ഒരു ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. കശ്മീർ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് പോകാൻ ആഗ്രഹം ഇനിയും. വൈബാണ്. പിന്നെ നമ്മുടെ നാട് പാലക്കാട്, ഓഫ് കോഴ്സ് കൊല്ലംകോട് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കൊല്ലംകോട് ആ സൈഡ് എന്തോ രസമാണ് പോയിരിക്കാനും, അങ്ങനെ ഒരു സമാധാനം കിട്ടും. നാടല്ലേ, നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് അല്ലേ, നമുക്ക് 1 അരമണിക്കൂർ വണ്ടി എടുത്ത് പോയിട്ട് വരാനുള്ള ദൂരം, ആ ഒരു സാധനം അടിപൊളി. യാത്രകളിൽ എപ്പോഴെങ്കിലുമൊക്കെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള ഇതാണ് ലൈഫ് അല്ലേ, ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? യാത്രയിൽ എനിക്ക് പറയുകയാണെങ്കിൽ എന്നെ ഇപ്പോൾ പല ആൾക്കാരും പലർക്ക് ബാഡ് എക്സ്പീരിയൻസ് കിട്ടും എന്നൊക്കെ പറയില്ല. അത്രമാത്രം വലിയ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അത്രമാത്രം ഹേർട്ട് ചെയ്ത് മനസ്സ് കൊണ്ട് നടക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷേ ഞാൻ നന്മമാരായിട്ട് പറയുന്നതല്ല, പക്ഷേ ചില സാധനങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് നോർത്ത് ട്രിപ്പ് പോയതാണ്. ഞാൻ എൻ്റെ കസിനും കൂടി ആദ്യമായിട്ട് റൈമോനും കൂടി ആദ്യമായിട്ട് നോർത്ത് പോകണം. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ബാക്ക് പാക്കിങ് ജേണി തുടങ്ങണം അവിടെ നിന്ന്. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ബൈക്കിൽ ട്രാവൽ ചെയ്ത ആൾക്കാരാണ്. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോർത്തേക്ക് വേണ്ടി ബൈക്കിൽ പോകും, പക്ഷേ നമ്മൾ അത്ര അഫോർഡ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു മൈൻഡിൽ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ബൈക്കിൽ പോകും എങ്ങോട്ട് അങ്ങനത്തെ മൂടാം. വളരെ നല്ലൊരു വണ്ടി പോലും ഇല്ല. ഞാൻ പറയില്ല ഹീറോ ഹോണ്ട പാഷൻ പ്ലസിൽ നമ്മൾ യാത്ര ചെയ്യാം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ബാക്ക് പാക്കിങ് ജേണി തുടങ്ങുന്നത് ഒരു 2023 ഓർ സംതിങ് 2022 ഒക്കെ സംതിങ് ആണ്. ഞാൻ ഇവരും കൂടെ പോകണം. പേരും ചൂടൊക്കെ ഉള്ള സമയം, ജൂൺ ജൂലൈ സമയത്താണ്. ഡൽഹിയൊക്കെ നല്ല ചൂടാണ്. പക്ഷേ ഞങ്ങൾ ഡൽഹിക്ക് ബാക്ക് പാക്ക് ചെയ്ത് ഞങ്ങൾ ഒരാഴ്ച പണിയൊക്കെ എടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോയി രണ്ടുപേരും കൂടി. സോ ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു, ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡൽഹിയിൽ തിരിച്ച് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അധികം പൈസ ഒന്നുമില്ല കയ്യിൽ, കുറച്ച് പൈസ എന്തോ ഉള്ളൂ. ടിക്കറ്റ് പോലും ഞങ്ങൾ എടുത്തില്ല സത്യം പറഞ്ഞാൽ. ഡൽഹിയിൽ ഞങ്ങൾ ഇതുവരെ പ്രൊമോട്ട് ചെയ്യില്ല, ആരും വിശ്വസിക്കുക മീൻസ് ഈ കാര്യത്തിൽ മാത്രം പോസിറ്റീവായി എടുക്കരുത്. ജനറൽ എടുക്കാൻ പോലും പൈസ ഉണ്ടായില്ല സത്യാവസ്ഥ പറഞ്ഞില്ല. ഞാൻ 2 ദിവസം ട്രെയിനിൽ ടിക്കറ്റ് എടുക്കേണ്ട വന്ന് ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ അതായിരുന്നു ശരിയെന്ന് പറയില്ലേ അങ്ങനെ. അപ്പോൾ അന്ന് ദിവസം ഞങ്ങൾ നിസാമുദ്ദീൻ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി, ഒരു അമ്മ ഉണ്ട്, 2 3 കുട്ടികളുണ്ട്. അപ്പോൾ ഞാനിവന് എന്തോ ബിസ്ക്കറ്റ് എന്തോ മേടിക്കായിരുന്നു വന്ന്. സോ ആ അമ്മ ആ കുട്ടികളെ നോക്കണ പോലും ഇല്ല. മീൻസ് അവിടെ അങ്ങനെ തന്നെ നോർത്ത് പോയി നിങ്ങൾക്ക് അറിയാം, ഡൽഹിയൊക്കെ നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ ആകെ 30 മീൻസ് അക്കൗണ്ടിൽ എന്തോ പൈസ ഉണ്ട് തോന്നുന്നത്, ഗൂഗിൾ പേ കയ്യിലൊന്നുമില്ല, കയ്യിലാകെ 30-40 രൂപ എന്തോ ഉള്ളതാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിച്ച് നമ്മൾ മീൻസ് എനിക്ക് തോന്നാറ് നമ്മൾ മലയാളീസിൻ്റെ അത്ര കുറച്ചൊക്കെ മനസ്സൊക്കെ എളിവുള്ള ആൾക്കാർ കുറവാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. പുറത്ത് കമ്പാരിറ്റീവ് ആൾക്കാരില്ല എന്നല്ല, നമുക്ക് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ താത്താൻ്റെ കുട്ടികളുടെയൊക്കെ പോലെ ചെറിയ കുട്ടികളുണ്ട് അവർക്ക്. ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ അത് നമ്മുടെ നേരെ നോക്കി നിൽക്കണ്, കുറേ ആൾക്കാർ നോക്കിക്കോട്ടെ, പ്രശ്നമില്ല, എല്ലാവർക്കും എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റത്തില്ല എനിക്കറിയാം. പക്ഷേ ഞാൻ ജസ്റ്റ് ബിസ്ക്കറ്റ് ചായം കഴിക്കുമ്പോൾ ആ കുട്ടികളെ നോക്കി നിൽക്കണപ്പോൾ ജസ്റ്റ് അതോ യൂണിബിക്കോ എന്തോ ഞാൻ മേടിച്ചു കൊടുത്ത്. പക്ഷേ ആ ഒരു മൊമെൻറ്റ് ഭയങ്കര എനിക്കിപ്പോഴും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഓരോ തന്നെ മനസ്സിലുണ്ട്. കുറേ മൊമെൻറ്റ്സ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു മൊമെൻറ്റ് മൈൻഡിൽ എപ്പോഴും കിടക്കും. ആ കുട്ടിയെ നോക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മീൻസ് ഞാൻ ഇത്ര നമ്മളെ ഹൈറ്റിൻ്റെ കുട്ടി ചെറിയ കുട്ടി അത് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കിയതും അത് മേടിച്ചിരുന്നിട്ട് വേഗം വന്ന് അവൻ്റെ 3 പിള്ളേരും കൂടെ പൊട്ടിച്ചായി മുതിർന്ന് കഴിച്ച് അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. മണി എൻ്റെ കസിൻ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ആ സമയത്ത്. എനിക്ക് മേടിച്ച് കൊടുത്ത ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കും. ഞാൻ അങ്ങനെ ചായ കുടിക്കുന്ന അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്മ വന്നിരുന്ന് ഇരുന്ന് ആ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് ചെറിയ 3 പിള്ളേർ ചെറിയ കുട്ടികളാണ്. അത് ചുക്ക് നമ്മുടെയൊക്കെ ഇത്ര ചെറിയ പിള്ളേരാണെന്നറിയോ. അവിടുത്തെ ലൈഫ് ഡിഫറെൻ്റാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും എപ്പോഴും. ലൈഫ് വേറെ ലൈഫ് ഉണ്ട്, നമ്മൾ വേണം ലൈഫല്ല പല ലൈഫ് ഉണ്ട് എന്നൊക്കെ തോന്നിപ്പിച്ചൊരു സാധനം. യാത്ര ഒരുപാട് റിയലൈസ് ചെയ്യിപ്പിക്കും. യാത്ര നമ്മൾ ഈ 4 ചുമരിൻ്റെ ഉള്ളിലുള്ള ലൈഫല്ല. ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയും ലോകത്തിൻ്റെ വേറെ രീതി നമുക്ക് കാണിച്ചു തരും. ഇതൊന്നല്ല, പലതരം മനുഷ്യന്മാരുണ്ട്, പലതരം കൾച്ചേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരു സാധനം. കുറേ മൊമെന്റ്സ് ഉണ്ട്, അതിൽ ചെറിയൊരു സാധനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അതെ, ട്രാക്ക് മാറ്റാം നമുക്ക്. ട്രാക്ക് മാറ്റാം ഓഫ് കോഴ്സ്. ഈ ഷാഫിയുടെ ലൈഫിൽ ഫ്രണ്ട്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഷാഫി ആക്കിയത് ഷാഫിയുടെ ഫ്രണ്ട്സാണ്. ഷാഫി ആക്കിയതിൽ ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ കുറേ ഫ്രണ്ട്സ് നമ്മൾ പറയുമല്ലോ, ക്ലോസ് ഫ്രണ്ട്സ് പരിപാടീസ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ എൻ്റെ സർക്കിൾ വളരെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ കണക്ഷൻസ് ഉണ്ട്. യാത്രയിലായിക്കോട്ടെ, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ എല്ലായിടത്തും മനുഷ്യന്മാർക്ക് പെട്ടെന്ന് കണക്ട് ആവും. സോ എനിക്ക് കുറേ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ സർക്കിൾ എപ്പോഴും ചെറുതായിരിക്കും. ഞാൻ ചൂസ് ചെയ്യുന്ന 1-2 ആൾക്കാരുണ്ട്. മേ ബി എൻ്റെ കസിൻ, ഞാൻ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്നതാണ്. അവൻ എന്നെ വെച്ച് 1 വയസ്സ് എന്ത് താഴെയുള്ളൂ. സോ ഞങ്ങൾക്ക് എന്തും ഭയങ്കര കണക്റ്റാണ്, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും. ചെറുപ്പം മുതൽ അങ്ങനെ അവൻ. പിന്നെ നമ്മുടെ ഒരു ക്ലോസ് ആയിട്ട് അനസ് പറയും, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടുതലും ഈ ഒരു എൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും കൂടെ നിന്നവനാണ് അനസ്. ഞാൻ എപ്പോഴും പറയും. അവൻ ബാംഗ്ലൂരാണിപ്പോൾ. സോ ഞാൻ ഇൻസ്റ്റഗ്രാമിനെ റീച്ചാണ് 2024 സംതിങ്ങാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. സോ ഞാൻ എൻ്റെ സ്ട്രഗിളിങ് പീരീഡിൽ നല്ലോണം കണ്ടിട്ടുണ്ട് അവന്. വേറെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാൻ പറയല്ല. സോ ആ ഒരു ഗ്രോത്തിൽ അവൻ നല്ലോണം കണ്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ ഗ്രോത്ത് ആവാൻ ഒപ്പം നിന്ന ഒരാളായിരുന്നു. കൂടെ അങ്ങനെ കണ്ടു ഞാൻ ഗ്രോത്ത് ആണത്. ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ. മീൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫ്രണ്ട്സൊക്കെ ഇരുന്ന് തന്നെ മീൻസ് നമ്മളെ പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര ഡൗൺ ആയാലും. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തോന്നിയിട്ടില്ല. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എന്നെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. എനിക്കിപ്പോൾ ആരായിക്കോട്ടെ എന്നെ സന്തോഷപ്പെടുത്ത ഒരാളാണെന്ന് എനിക്കിതൊരു തോന്നിയിട്ടില്ല. ഞാൻ ഓക്കെയാണ്. ഞാനിപ്പോൾ എത്ര സാഡാണെങ്കിലും ഞാൻ എൻ്റെ ഇമോഷൻസിന് നല്ലതാണോ ബാഡാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഇമോഷൻസിന് വലിയ വാല്യൂ കൊടുക്കാത്ത ആളാണ്, സീരിയസ്ലി പറയാം. എൻ്റെ ഇമോഷൻസിന് അധികം വാല്യൂ കൊടുക്കാറില്ല. എൻ്റെ ചുറ്റുള്ള ആൾക്കാർ ഇമോഷൻസിന് മാത്രം വാല്യൂ കൊടുക്കാറുള്ളൂ. അത് പിന്നെ പാരൻസ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ പറയില്ല, പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ചുറ്റുള്ള ആൾക്കാർ ഹാപ്പിയാണ്. സോ എനിക്ക് ഒരിക്കൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഹാപ്പി ആണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ്. എനിക്ക് എത്ര പേര് ഡെയിലി മോട്ടിവേഷൻ ബ്രോ ഒരു മോട്ടിവേഷൻ തരുമോ, എക്സാമിന് പഠിക്കാൻ പറ്റില്ല ബ്രോ, ബ്രേക്കപ്പ് ആണ് ബ്രോ, ബിസിനസ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ ഏറ്റവും നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ത്താൻ നിൽക്കുന്നത്. എന്നെ ഒന്ന് പൊക്കിക്കൊണ്ടാൽ മതി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വരെ ഞാൻ ഇവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ മേ ബി ഒരു ഹെൽപ്പ് ആയാലോ. മേ ബി അവർ ഇത്ര ഇൻസ്റ്റഗ്രാമേഴ്സ് ഉണ്ടായിട്ടും അവർ സ്ക്രോൾ ചെയ്യുന്നത് എൻ്റെ അത് ചോദിക്കാൻ കാരണം അവർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ എൻ്റെ ഇമോഷൻസ് ഞാൻ സാഡാണ്, ഞാനിപ്പോൾ എനിക്ക് വയ്യാന്ന് ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കരുത് എന്ന് ഞാൻ കൊടുക്കാറുണ്ട്. സോ എൻ്റെ ഇമോഷൻസ് ഞാൻ വലിയ വാല്യൂ കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ഞാൻ രാവിലെ എണീച്ച് സാഡാണെങ്കിലും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ നമ്മളിത് കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. സോ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഡിപ്രഷൻ ആണെങ്കിലും ഞാൻ സ്ട്രെസ്ഡ് ആയാലും ഹൂ കേസ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനത് ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. പാരൻസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ലിമിറ്റ് ഉണ്ട്. എന്തായാലും ഒരു കുട്ടി എനിക്ക് മെസ്സേജ് കേട്ടോ, ഓളേത് CA എക്സാം എഴുതാണ്, പേരൊന്നും പറഞ്ഞില്ല, എനിക്ക് പേരറിയാം. ഇത് ചോദിച്ചു ബ്രോ എനിക്ക് മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞു. മോട്ടിവേഷൻ വേണം എക്സാം എഴുതാന്നൊക്കെ പറയുമ്പോൾ മോട്ടിവേഷനോ എക്സാമിന് മോട്ടിവേഷൻ ഇപ്പോൾ ഇന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞാൽ കുറച്ച് സംസാരിച്ച് ഞാൻ അവളോട് പറഞ്ഞ കാര്യം എത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിനക്കിരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നിൻ്റെ ഫ്രണ്ട്സിലിരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നിൻ്റെ പാരൻസ് ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യുക. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാം പോയിട്ട് ഹാളിൽ പോയിരുന്ന് എഴുതുന്ന ആളാരാ? ഞാനാണോ? നിൻ്റെ ഫ്രണ്ട്സാണോ? നിൻ്റെ അമ്മയാണോ? അച്ഛനോ? അല്ല, ഈയാണ് എഴുതാൻ പോണത്. അപ്പോൾ പാൻ എടുത്ത് എഴുതുന്നത് നീയാണ്. നീ പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. കുറച്ച് ഹെൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ അറ്റ് ദ എൻഡ് ഓഫ് നമുക്ക് നമ്മളെന്നെ ഉള്ളൂ. സോ നമ്മളെന്നത് ഫിഗർ ഔട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ. ഓക്കെ, ഷാഫിയുടെ ഹാപ്പിനെസ് ഞാൻ ആവശ്യത്തിന് നല്ല സെൽഫ് ലവ് ഒക്കെ ഉള്ള ആളാണ്. ആവശ്യത്തിന് കൂടുതൽ എൻ്റെ കുറേ പരിപാടിയിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ആളാണ്. ആൻഡ് ചെറിയ കാര്യങ്ങൾ ഞാൻ വളരെ സന്തോഷം കണ്ടെത്തും. വളരെ ചെറിയ കാര്യങ്ങൾ ഭയങ്കര സന്തോഷം കണ്ടെത്താൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ചെക്കന്മാരായിട്ട് ഇത് ചായ കുടിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം.
സത്യമായിട്ടും പറയാം. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സായി സർക്കിളിൽ പോയിട്ട് നല്ല സ്പോട്ടിൽ പോയിട്ട് കുറച്ച് വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് തന്നെ സന്തോഷമാണ്. എന്നെ നല്ല ഹാപ്പി ആക്കാറുണ്ട്. പിന്നെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും ഈ ഓട്ടോ ഓടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ വേണ്ടിയിട്ടല്ലേ. ഇപ്പം ഞാനിപ്പോൾ അത് ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ്സിൽ വിശ്വസിക്കാത്ത ആളായിരുന്നു ഒരു സമയം വരെ. എനിക്ക് എൻ്റെ ലൈഫ് ഞാൻ ആരും കമ്മിറ്റഡ് ആയിരിക്കില്ല, ഒരിക്കലും കമ്മിറ്റഡ് ആയിരിക്കില്ല. കമ്മിറ്റ്മെൻറ്റ്സ് വന്നതിന് പ്രശ്നങ്ങൾ കൂടും. നമുക്ക് ആൾക്കാർക്ക് ആരും കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഒരു ടൈം വരെ. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അതല്ല ലൈഫ് എന്ന് മനസ്സിലാക്കി. മേ ബി മെച്യൂരിറ്റി ആയിരിക്കാം, ഐ ഡോണ്ട് നോ. ഒരു 2-3 years ago അങ്ങനെയല്ല. കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ലൈഫിൽ. ആരോട് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിലും സ്വന്തം വാപ്പാടും മാടത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിത്ര പൊക്കിക്കൊണ്ടെന്നല്ലേ. സോ അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ജീവിക്കുന്ന ആളാണ്, വിശ്വസിക്കുന്ന ആളാണ്. സോ എൻ്റെ ചുറ്റുള്ള ആൾക്കാർ പൊങ്ങി വരാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പൊക്കിക്കൊണ്ടുവരാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള കുറേ കഴിവുള്ള ആൾക്കാരുണ്ട്. മേ ബി അവർ കുറേ മടിയായിരിക്കും ചെയ്യാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഇരിക്കുമ്പോൾ മതി, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. സോ അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് സന്തോഷം, ഞാൻ ഹാപ്പിയാണ്. ഓഫ് കോഴ്സ്, അത്രേ ഉള്ളൂ. എൻ്റെതായ കുറച്ച് സംഭവങ്ങളിൽ ഞാൻ സന്തോഷമാണ്. സോ അല്ലാണ്ട് എനിക്കൊരു പെർട്ടിക്കുലർ സാധനം എന്നെ ഹാപ്പിനെസ് ആക്കുമെന്ന് അറിയത്തില്ല. മേ ബി ഇത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ സന്തോഷം കണ്ടെത്തും. ഓക്കെ, എന്താണ് വീക്ക് പോയിന്റ്? ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ആൻഡ് അതിനുള്ള എക്സാക്റ്റ് ആയിട്ട് ഉത്തരം ഇപ്പോൾ പറയുന്നത് വീക്ക് പോയിന്റ് എന്തായിരിക്കും എൻ്റെ വീക്ക് പോയിന്റ്? ഇപ്പം ഇരുന്ന് ആലോചിക്കേണ്ടി വരും. എൻ്റെ വീക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ടൊരു വീക്ക് പോയിന്റ് മേ ബി ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. മേ ബി മീൻസ് ഞാൻ എപ്പോഴും പോസിറ്റീവ്, ഞാൻ എപ്പോഴും ഗ്രോത്ത്, ഞാൻ എപ്പോഴും ഒരു സാധനത്തിന് 2 സൈഡും ഉണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഗ്രോത്തും ഉണ്ട്, താഴോട്ടുണ്ട്, മേലോട്ടുണ്ട്. സോ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ബേസിക്കലി സത്യം പറയുന്നത്, ഞാൻ ഒരു വർഷം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് 300-400 വ്യൂസ് ഉള്ള സമയത്തും ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഈ വീഡിയോ 1 million കയറുന്ന ചിന്തിക്കാൽ. ജസ്റ്റ് ഞാൻ അങ്ങനെ ചിന്തിക്കുക. മീൻസ് ഞാൻ ഒരു 1.5 മാസം 2 മാസം 3 മാസം വീഡിയോ ഇട്ടിട്ടും ഡെയിലിക്ക് 300-400 വ്യൂസ് കിട്ടാറുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ വീഡിയോ 1 million കയറും. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. 1 million കയറില്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇത് കയറും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ പോയിന്റ് ടൈം എത്തിയപ്പോൾ ഞാൻ കയറി തുടങ്ങി. പക്ഷേ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്രോത്തിൽ വിശ്വസിച്ചുള്ളൂ. നെഗറ്റിവിറ്റി ഇപ്പം ഞാൻ പറഞ്ഞ വീക്ക് പോയിന്റ് പറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. നെഗറ്റിവിറ്റിയും ഈ നെഗറ്റീവ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുമാതിരി പശ പോലെ ഒട്ടിപ്പിടിക്കും. നമ്മൾ ഒരുപാട് ചേർത്തി കഴിഞ്ഞാലും നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. നെഗറ്റീവ് തോട്ട്സ് വരാം. നമ്മൾ ജസ്റ്റ് ഒരു സാധനം ചെയ്യാൻ പോകുമ്പോൾ അത് പറ്റുമോ പറ്റില്ലേന്ന് ചിന്തിച്ചാൽ തന്നെ ആ പകുതി കഴിഞ്ഞു. അല്ലെങ്കിൽ ചോദിക്കുക, ഒരു സാധനം ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ, ആ ഒരു തോട്ട് വന്നാൽ തന്നെ കഴിഞ്ഞ്. പറ്റും, ആ ഒരു മൈൻഡ്. ഞാനെപ്പോഴും പറ്റിക്കണം, വേറെ വഴിയില്ലല്ലോ. ഞാനൊക്കെ ആ ടൈപ്പ്. നമ്മളിപ്പോൾ നമ്മൾ പറയല്ലോ ഡൈസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിലർ പറയും 2 കിട്ടും 3 കിട്ടും പറയും. പക്ഷേ എനിക്ക് 6 കിട്ടിയേ മതിയുള്ളൂ. മനസ്സിലായി? ഞാൻ ആ മൂടാ. ചിലപ്പോൾ ബ്രോ 3 കിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, എനിക്ക് 6 കിട്ടിയേ മതിയുള്ളൂ. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. മനസ്സിലായി? സോ നമ്മളെ 6 കിട്ടുന്നവരെ മുന്നോട്ട് പോകുമ്പോൾ പറയില്ലേ. സോ ഞാൻ എൻ്റെ നെഗറ്റീവിലേക്ക് അധികം ചിന്തിച്ചിട്ടില്ല. മേ ബി എൻ്റെ വീക്ക് പോയിന്റ് എന്ന് പറയാൻ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മേ ബി എനിക്ക് വീക്ക് പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടാവാം, പക്ഷേ എന്തോ അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതോടായിരിക്കാം.